Hey guys, welcome back to another video. Ranjit here. So Secretariat Assistant Mains Examination ഇനി നമ്മുടെ മുൻപിൽ ഒരു ജസ്റ്റ് അറൗണ്ട് 2 വീക്സ് ആണ് പ്രിപ്പറേഷൻ ആയിട്ടുള്ളത്. സോ ഈ ഒരു ഘട്ടത്തിൽ ഉദ്യോഗാർത്ഥികൾക്ക് ഏറ്റവും അധികം സംശയം വരാൻ സാധ്യതയുള്ളൊരു കാര്യമാണ് ഈ അവസാന നാളുകളിൽ ഏതൊക്കെ ടോപ്പിക്കുകൾ പഠിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ റിവൈസ് ചെയ്യണം എന്നതിനെക്കുറിച്ച്. സോ അതിൽ ഏറ്റവും അധികം വരാൻ സാധ്യതയുള്ളത് പേപ്പർ 2മായി ബന്ധപ്പെട്ടാണ്. കാരണം ഏറ്റവും ഇമ്പോർട്ടൻസ് ഉള്ള ടോപ്പിക്കുകൾ ഏതൊക്കെയാണ് എന്നതിനെക്കുറിച്ച് പ്രത്യേകിച്ച് പേപ്പർ 2മായി ബന്ധപ്പെട്ട് നമ്മൾക്കൊരു ക്ലാരിറ്റി ഉണ്ടാവുകയില്ല. ഫസ്റ്റ് ടൈം നമ്മൾ കാണുന്ന അത്തരത്തിലുള്ളൊരു സിലബസ് ആണ്. സോ അതുകൊണ്ട് തന്നെ അത്തരത്തിൽ പേപ്പർ 2മായി ബന്ധപ്പെട്ട് ഈ അവസാന ദിവസങ്ങൾ മേ ബി ഒരു 10 ഡേയ്സിനുള്ളിൽ പഠിക്കാവുന്ന മസ്റ്റ് സ്റ്റഡി ടോപ്പിക്സുകളുടെ ഒരു ലിസ്റ്റാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ആ ഒരു ലിസ്റ്റ് മാത്രം പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതല്ല, അതായത് ഈ ഫൈനൽ ഡേയ്സിൽ ഓരോ വിഭാഗവും നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ട ആ ഒരു സ്ട്രാറ്റജി എങ്ങനെയായിരിക്കണം, അതോടൊപ്പം തന്നെ ആ ഹൈ ഈൽഡ് ടോപ്പിക്കുകളുടെ ലിസ്റ്റും. സോ മെയിൻസ് എക്സാമിനേഷൻ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും ഇത്, അത് ഗ്യാരണ്ടീഡ് ആണ്. സോ ഒരല്പം പേഷ്യൻസോടുകൂടി ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണുന്നതിന് വേണ്ടി ശ്രമിക്കുക. എനിവേ വിത്തൗട്ട് ഫർദർ ഡിലേ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് വൈ ഫോക്കസ് ഓൺ ദീസ് ടോപ്പിക്സ്. നമ്മൾക്കറിയാവുന്ന ഒരു കാര്യമാണ്, ടൈം ഇസ് ലിമിറ്റഡ്. നമ്മുടെ മുൻപിൽ ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ അറൗണ്ട് ഒരു 2 വീക്സ് ആണുള്ളത്. എല്ലാ കാര്യങ്ങളും വളരെ വിശദമായിട്ട് പഠിക്കുക എന്നത് ഈ ഒരു ഘട്ടത്തിൽ പോസിബിൾ ആയിട്ടൊരു കാര്യമല്ല. ഏറ്റവും മാറ്റർ ചെയ്യുന്ന ആ ടോപ്പിക്കുകൾ അല്ലെങ്കിൽ ആ ഏരിയകൾ ഐഡൻറ്റിഫൈ ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. ഇനി ഇവിടെ തന്നെ നമ്മൾ ഈ പ്രൊവൈഡ് ചെയ്യുന്ന ടോപ്പിക് ദീസ് ആർ അൺഅവോയ്ഡബിൾ ആൻഡ് ഹൈ പ്രോബിലിറ്റി ഏരിയാസ്. അതായത് നമ്മൾക്ക് ഒരിക്കലും അവോയ്ഡ് ചെയ്യാൻ സാധിക്കാത്ത, കാരണം ഇതൊരു മെയിൻസ് പരീക്ഷയാണ്. നമ്മൾക്കൊരിക്കലും ഈ സിലബസിൽ നിന്ന് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചുരുക്കം ചില കാര്യങ്ങൾ മാത്രം പിക്ക് ചെയ്ത് പഠിക്കുക എന്നൊരു രീതി ഇവിടെ വർക്കൗട്ട് ആവുകയില്ല. നമ്മൾക്ക് അത്തരത്തിൽ ചോദ്യത്തിന് ഏറ്റവും അധികം സാധ്യതയുള്ള ഹൈ പ്രോബബിലിറ്റി ഏരിയാസ് പിക്ക് ചെയ്യുക, അത് പഠിക്കുക എന്നുള്ളതാണ്. ആൻഡ് ദ തേർഡ് പോയിന്റ്, ദ ഗിവ് യു ഷുവർ ഷോർട്ട് സ്കോറിംഗ് ഓപ്പർച്യൂണിറ്റീസ്. ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ ഇത്തരത്തിൽ ആ ഹൈ പ്രോബബിലിറ്റി ഏരിയാസ് ടോപ്പിക്കുകൾ അത്തരത്തിലുള്ള ഏരിയാസ് പിക്ക് ചെയ്ത് ടാർഗറ്റ് ചെയ്ത് പഠിക്കുന്നതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു ഷുവർ ഷോർട്ട് സ്കോറിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഈ ഒരു പഠനത്തിലൂടെ ലഭ്യമാകും. സോ ഇറ്റ് ആക്ച്വലി ഗിവ്സ് യു ദ ക്രക്സ് ഓഫ് ഈ സബ്ജക്റ്റ് ആൻഡ് ക്ലിയർ എഡ്ജ്. നമ്മൾ ഈ സിലബസിലുള്ള ഓരോ വിഭാഗം, അതായത് ഓരോ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ക്രക്സ് എന്താണെന്ന് മനസ്സിലാക്കുക എന്നത് ഏറ്റവും അധികം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാര്യമാണ്. സോ നമുക്ക് ആ ഒരു സ്ട്രാറ്റജിയിലേക്ക് കിടക്കാം, അതായത് നമ്മൾ എങ്ങനെയാണ് ഓരോ വിഭാഗത്തെയും അത്തരത്തിൽ സ്ട്രാറ്റജിക്കായിട്ട് അപ്രോച്ച് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചാണ്. സോ ആദ്യമായിട്ട് നമുക്ക് അഡ്മിനിസ്ട്രേഷൻ മാനേജ്മെൻറ്റ്. ഇവിടെ പ്രധാനമായിട്ട് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്, ഇപ്പോൾ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടാണ് എങ്കിൽ ആ കീ തിയറീസ് എല്ലാം തന്നെ ഒന്ന് റിവൈസ് ചെയ്യുക അല്ലെങ്കിൽ പഠിക്കുക. പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്ന രീതിയിൽ പഠിക്കാനുള്ള കാര്യങ്ങളുണ്ട്. ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സ്ട്രക്ചർ പഠിച്ചിരിക്കണം, ലീഡർഷിപ്പ്, കമ്മ്യൂണിക്കേഷൻ. ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ ഈ അഡ്മിനിസ്ട്രേഷൻ എന്ന വിഭാഗം നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി അത്തരത്തിൽ അഡ്രസ്സ് ചെയ്യാൻ സാധിക്കും. ഇനി മാനേജ്മെൻറ്റിലേക്ക് കടക്കുകയാണെങ്കിൽ ആദ്യമായിട്ട് ഈ മാനേജ്മെൻറ്റിൻ്റെ ആ തോട്ടിൻ്റെ ഒരു എവല്യൂഷൻ, അതുമായി ബന്ധപ്പെട്ട ചില തിയറീസ് ഉണ്ട്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി മാനേജ്മെൻറ്റ് റോൾസ് ആൻഡ് ഫങ്ഷൻസ് വളരെ വ്യക്തമായിട്ട് പഠിച്ചു വെക്കണം. എഗെയിൻ ഇവിടെയും പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് എന്നൊരു കാര്യമുണ്ട്. അതോടൊപ്പം തന്നെ ചില ഷോർട്ട് ടോപ്പിക്കുകളൊക്കെ അവിടെ കാണാൻ സാധിക്കും. അതായത് ഇപ്പോൾ CSR പോലെയുള്ള കാര്യങ്ങൾ, ലീൻ അജൈൽ മാനേജ്മെൻറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കുക. സോ ഇത്തരത്തിൽ ഓരോ വിഭാഗവുമായി ബന്ധപ്പെട്ടും ആ സിലബസിൽ ഈ സബ്ജക്റ്റിൻ്റെ ഒരു ക്രക്സ് എന്താണ് എന്നത് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരുന്നാൽ ആ രീതിയിൽ നിങ്ങൾക്ക് ടോപ്പിക്കുകളെ സമീപിക്കാനായിട്ട് സാധിക്കും, നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കി പഠിക്കാനായിട്ട് സാധിക്കും. ഇനി അടുത്തതായിട്ട് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്ന വിഭാഗത്തിലേക്ക് കടന്നാൽ ഇത് അത്രയധികം നിങ്ങൾക്ക് അങ്ങനെ പുതുതായിട്ടുള്ള ഒരു ടോപ്പിക്കല്ല. പല എക്സാമിനേഷന് വേണ്ടി നിങ്ങൾ പഠിച്ചിട്ടുള്ള ഒരു വിഭാഗം തന്നെയാണ്. ഈവൻ പ്രിലിംസിനൊക്കെ വേണ്ടി നമ്മൾ പ്രിപ്പറേഷൻ ചെയ്തിട്ടുള്ളൊരു വിഭാഗമാണ്. എന്നാൽ ഇവിടെ അഡീഷണൽ ആയിട്ട് പഠിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. വളരെ സിമ്പിളാണ്. 2 വിഭാഗങ്ങളായിട്ടാണ് ഇവിടെ ടോപ്പിക്കുള്ളത്. കോൺസ്റ്റിറ്റ്യൂഷണൽ സ്ട്രക്ചർ, അതോടൊപ്പം തന്നെ സെൻറ്റർ സ്റ്റേറ്റ് റിലേഷൻസ്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട ഫീച്ചേഴ്സ് ആദ്യം ഒന്ന് മനസ്സിലാക്കുക, പ്രീആമ്പിൾ അതിനെക്കുറിച്ചൊന്ന് പഠിക്കുക. ദെൻ 3 ടോപ്പിക്കുകൾ, അതായത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ഡ്യൂട്ടീസ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്. എപ്പോഴും ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കേണ്ട ടോപ്പിക്കുകളാണ്. ബേസിക്സ് ഒന്ന് മനസ്സിലാക്കുക, അതോടൊപ്പം തന്നെ അവിടെയുള്ള ആർട്ടിക്കിൾസ് അത് വളരെ വ്യക്തമായിട്ട് പഠിക്കുക, പ്രത്യേകിച്ച് റൈറ്റ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ. ശേഷം എങ്ങനെയാണ് ആ ഒരു സിലബസിൻ്റെ സ്ട്രക്ചർ ഉള്ളത്? യൂണിയൻ ലെവലിലും സ്റ്റേറ്റ് ലെവലിലുമുള്ള എക്സിക്യൂട്ടീവ്, പാർലമെൻറ്റ്, ജുഡീഷ്യറി, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. സോ അതിൻ്റെയൊക്കെ കോമ്പോസിഷൻ മനസ്സിലാക്കുക, ഫങ്ഷൻസ് പഠിക്കുക. ഇത്രയും കാര്യങ്ങളാണ് അവിടെ പഠിക്കേണ്ടത്. ഇനി രണ്ടാമത്തെ വിഭാഗം, അതായത് കോൺസ്റ്റിറ്റ്യൂഷനിൽ രണ്ടാമത്തെ റീജൻ ആയിട്ടുള്ള സെൻറ്റർ സ്റ്റേറ്റ് റിലേഷൻസിലേക്ക് കടന്നാൽ അവിടെയുള്ളത് ആദ്യമായിട്ട് വേരിയസ് റിലേഷൻസ് പഠിക്കുക, വേരിയസ് സെൻറ്റർ സ്റ്റേറ്റ് റിലേഷൻസ് എന്ന രീതിയിൽ പഠിക്കാനുള്ള ആ കാര്യങ്ങളൊന്ന് പഠിക്കുക. ഇനി അതുമായി ബന്ധപ്പെട്ട് നമ്മൾക്ക് എടുത്തു പറയാൻ സാധിക്കുന്ന കാര്യങ്ങളാണ്: 1 ഇലക്ഷൻ കമ്മീഷൻ, 2 എമർജൻസി പ്രൊവിഷൻസ്, 3 അമെൻമെൻറ്റ്. അത് വളരെ വ്യക്തമായിട്ടൊന്ന് അഡ്രസ്സ് ചെയ്യുക. ഇനി അടുത്തതായി ഏറ്റവും അധികം ഉദ്യോഗാർത്ഥികൾക്ക് കൺഫ്യൂഷൻ ഉള്ള ഒരു വിഭാഗമാണ് ഈ കേരള ഇക്കണോമി, അതോടൊപ്പം തന്നെ മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റ്, കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റ് എന്നൊരു കാര്യം. വളരെ സിമ്പിളാണ്. ഇവിടെ നിന്ന് നമ്മൾ തീർച്ചയായിട്ടും റീസെൻ്റ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റുകളെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളെ കണക്ട് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കണം. കൂടാതെ ആ ഒരു സിലബസിൻ്റെ ക്രക്സ് എങ്ങനെയാണ് നോക്കാം. ആദ്യമായിട്ട് ഈ കേരള ഇക്കണോമി എന്നൊരു കാര്യം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ നമ്മുടെ ഇക്കണോമിക് ഗ്രോത്തുമായി ബന്ധപ്പെട്ട, സംസ്ഥാനത്തിൻ്റെ ഇക്കണോമിക് ഗ്രോത്തുമായി ബന്ധപ്പെട്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്ന് പഠിക്കുക. അതോടൊപ്പം തന്നെ കേരള ഇക്കണോമി എന്നത് നമ്മൾ പഠിക്കുമ്പോൾ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഡീസെൻട്രലൈസ്ഡ് പ്ലാനിംഗ് എന്നൊരു കാര്യം. അത് വളരെ വ്യക്തമായിട്ട് പഠിക്കുക.
ലാൻഡ് റിഫോംസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, നമ്മുടെ ഇൻഡസ്ട്രി ആൻഡ് സർവീസ് സെക്ടർ, ഈ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പഠിക്കുക. ഈ ടോപ്പിക്കുകളെ കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾക്ക് കേരള ഇക്കണോമിക് റിവ്യൂവുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ള റീസെൻറ്റ് അപ്ഡേറ്റ്സ് അത് വളരെ വ്യക്തമായിട്ട് പഠിച്ചിരിക്കണം. അതിപ്പോൾ കേരള ഇക്കണോമി എന്ന് മാത്രമല്ല, കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റ് അവിടെ നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും കേരള മോഡലിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്ന രീതിയിലുള്ള കാര്യങ്ങൾ, അതായത് ഇപ്പോൾ ലിറ്ററസി, വിമൻ എംപവർമെൻറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. നമ്മൾ നേരിടുന്ന ചില ചലഞ്ചസ് ഉണ്ട്. റീസെൻ്റായിട്ട് നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്ന, കേരള മോഡൽ എന്ന രീതിയിൽ എടുത്തു പറയാൻ സാധിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഇവിടെയുള്ള ഓരോ ടോപ്പിക്കുകളും നിങ്ങൾ ഈ കേരള ഇക്കണോമിക് റിവ്യൂവുമായി ബന്ധപ്പെട്ട് ആ റിപ്പോർട്ടുമായിട്ട് ലിങ്ക് ചെയ്ത് പഠിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുക. കാരണം തീർച്ചയായിട്ടും നമ്മൾക്ക് ഇവിടെ നിന്നും റീസെൻ്റ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ്സ് അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സ് എന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി അടുത്ത റീജിയൻ എന്ന് പറയുന്നത് എൻവയൺമെൻറ്റ് ആൻഡ് ക്ലൈമറ്റ് എന്ന ഒരു റീജിയനാണ്. ഇവിടെ മുൻകാലത്തൊക്കെ നിങ്ങൾ പ്രിപ്പറേഷൻസ് ചെയ്തിട്ടുള്ള ടോപ്പിക്കുകൾ കാണാനായിട്ട് സാധിക്കും. ആദ്യമായിട്ട് ഇക്കോസിസ്റ്റത്തിൻ്റെ ടൈപ്സ് അതൊന്ന് മനസ്സിലാക്കുക. പൊല്യൂഷൻ ഒരുപാട് തവണ നിങ്ങൾ പ്രിപ്പറേഷൻസ് ചെയ്തിട്ടുള്ള ഒരു മേഖലയായിരിക്കും. ഇവിടെ ആ പൊല്യൂട്ടൻസിനെ കുറിച്ചൊക്കെ വളരെ സ്പെസിഫിക് ആയിട്ട് ഫാക്ച്വൽ ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഗ്ലോബൽ ലെവലിൽ നേരിടുന്ന പ്രോബ്ലംസ്, അതായത് ഇപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് അല്ലെങ്കിൽ ഗ്ലോബൽ വാർമിംഗ്, ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്, അത് പഠിക്കുക. ഈ കാര്യങ്ങളിൽ നിന്ന് അതിൻ്റെ റെമഡിയൽ ആയിട്ടുള്ള ചില മെഷേഴ്സ് ഉണ്ട്, ചില പോളിസീസ് ഉണ്ട്, ആ കാര്യങ്ങൾ പഠിച്ചിരിക്കണം. അതായത് എൻവയൺമെൻറ്റിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടി ഇൻ്റർനാഷണൽ ലെവലിലും നാഷണൽ ലെവലിലും അത്തരത്തിലുള്ള ഏജൻസീസ്, പ്രോട്ടോകോൾസ്, ഈ കാര്യങ്ങൾ പഠിക്കുക. അതുപോലെ ഇമ്പോർട്ടൻസ് ഉള്ളൊരു കാര്യമാണ്, അത്തരത്തിൽ എൻവയൺമെൻറ്റൽ ഇഷ്യൂസുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള ചില മൂവ്മെൻറ്റ്സ് ഉണ്ട്. ആ മൂവ്മെൻറ്റ്സ് നാഷണൽ ലെവലിലും സ്റ്റേറ്റ് ലെവലിലുമുള്ള മൂവ്മെൻറ്റ്സിനെ കുറിച്ചൊന്ന് പഠിക്കുക. അതുപോലെ തന്നെ രാജ്യത്ത് എൻവയൺമെൻറ്റൽ പ്രൊട്ടക്ഷന് വേണ്ടിയുള്ള ലോസ്, ആ കാര്യങ്ങൾ പഠിക്കുക. ഇതാണ് ഈ സിലബസിൻ്റെ ഒരു ക്രെക്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്ന വിഭാഗമാണ്. ഡിസാസ്റ്റേഴ്സിൻ്റെ ടൈപ്സ് മനസ്സിലാക്കുക, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സൈക്കിൾ എന്നൊരു കാര്യം പഠിക്കുക. അതുപോലെ തന്നെ അതിനു വേണ്ടിയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതായത് ഈ നാഷണൽ സ്റ്റേറ്റ് ഏജൻസീസ് ഉണ്ട്, അത് വളരെ വ്യക്തമായിട്ട് പഠിക്കുക. അതായത് ബേസിക് ആയിട്ട് ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള ആ നാഷണൽ പോളിസി എന്താണ്, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ടിൻ്റെ പ്രൊവിഷൻസ് എന്തൊക്കെയാണ്, അത്തരത്തിലുള്ള സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് അവയുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്. ഇപ്പോൾ NDMA, അതുപോലെ തന്നെ NDRF, NIDM, ഇങ്ങനെയുള്ള ഈ ഏജൻസീസ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ റോൾസ് എന്താണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളതാണ്. ഇനി ഫൈനലി ഗവേണൻസ് എന്ന വിഭാഗമാണ്. സിമ്പിളായിട്ട് പഠിക്കാവുന്ന ഒരു റീജിയനാണ്. അതിൻ്റെ ഒബ്ജക്റ്റീവ്സും ചലഞ്ചസും ആദ്യമായിട്ട് മനസ്സിലാക്കാൻ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നാഷണൽ ലെവലിലും സ്റ്റേറ്റ് ലെവലിലുമുള്ള ഗവേണൻസ് ഇനീഷ്യേറ്റീവ്സ് അത് വളരെ വ്യക്തമായിട്ട് പഠിക്കും. ഇപ്പോൾ ഡിജിറ്റൽ ഇന്ത്യ പോലെയുള്ള അല്ലെങ്കിൽ അങ്ങനെ നാഷണൽ ലെവലിലും സ്റ്റേറ്റ് ലെവലിലുമുള്ള അത്തരത്തിലുള്ള പ്രോഗ്രാമുകളുണ്ട്, ആ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പഠിക്കുക. ആൻഡ് ഡിഫറെൻറ്റ് സിസ്റ്റംസ് എന്ന രീതിയിൽ പഠിക്കാനുള്ള കാര്യങ്ങൾ, MIS, DSS തുടങ്ങിയ കാര്യങ്ങൾ. ദെൻ ഫൈനലി IT ആക്റ്റുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഡാറ്റ പ്രൈവസി എന്നൊരു കാര്യവും, ഡാറ്റ പ്രൈവസിയും അതോടൊപ്പം തന്നെ IT ആക്ടിൻ്റെ പ്രൊവിഷൻസും, ഈ കാര്യങ്ങളും പഠിക്കുക. ഞാനിവിടെ ഓരോ വിഭാഗങ്ങളും ഇത്തരത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളൊരു കാരണം, അതായത് നമ്മൾ ഈ ടോപ്പിക് ലിസ്റ്റുകൾ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഈ സിലബസിൽ ഈ ഓരോ വിഭാഗത്തിൻ്റെയും ആ സിലബസിൻ്റെ ഒരു ക്രെക്സ് എന്താണ് എന്ന് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. എങ്കിൽ മാത്രമേ അവിടെ നിന്നും എങ്ങനെയാണ് ചോദ്യങ്ങൾ ഫ്രെയിം ചെയ്യപ്പെടുക എന്നത് നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ, അത്തരത്തിൽ ടോപ്പിക്കുകളെ ടാർഗറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. സോ ആ സിലബസ് മനസ്സിലാക്കുക, അല്ലെങ്കിൽ അവിടെ നിന്നും എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കുക എന്നത് ഏറ്റവും അധികം ഇമ്പോർട്ടൻസ് ഉള്ളൊരു കാര്യമാണ്. ആൻഡ് ഫൈനലി ഹൗ ടു മേക്ക് ദീസ് ഫൈനൽ ഡേയ്സ് കൗണ്ട്. ഈ അവസാന ദിവസങ്ങൾ ഏറ്റവും പ്രൊഡക്റ്റീവായിട്ട് എങ്ങനെ ഈ ടോപ്പിക്കുകൾ പഠിക്കാവുന്നതാണ്. അതിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അലോക്കേറ്റ് ഫിക്സഡ് ടൈം ഫോർ ദീസ് ടോപ്പിക്സ്. ഈ വിഭാഗങ്ങൾക്കായിട്ട് ഒരു ഫിക്സഡ് ആയിട്ടുള്ള സമയം നിങ്ങൾ അലോക്കേറ്റ് ചെയ്യുക. അതായത് നമ്മൾക്കറിയാം ഇപ്പോൾ എത്ര വിഭാഗമാണ് അല്ലെങ്കിൽ എത്ര സബ്ജക്ട്സ് ആണ് ഈ പേപ്പർ 2മായി ബന്ധപ്പെട്ടുള്ളത് എന്നതിനെക്കുറിച്ചും എത്ര ദിവസമാണ് നമ്മൾക്ക് പഠനത്തിനായിട്ട് മുൻപിലുള്ളത് എന്നതിനെക്കുറിച്ചും. സോ മേ ബി ഓരോ വിഭാഗത്തിനായിട്ട് നിങ്ങൾക്ക് ഒരു നിശ്ചിത സമയം അലോക്കേറ്റ് ചെയ്യാം. ആ സമയം മാത്രം ഉപയോഗിച്ചുകൊണ്ട് പഠിക്കുക. അതിനപ്പുറത്തേക്ക് ഓരോ വിഭാഗവും പെർഫെക്ഷനിലേക്ക് എത്തിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കരുത്. അതിനുള്ള സമയം നമ്മൾക്ക് അവൈലബിൾ അല്ല എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ഒരു സ്പീഡ് റീഡിങ് ചെയ്യാതെ ആ ഒരു ക്ലാരിറ്റിയിൽ ഫോക്കസ് ചെയ്യുക. കാരണം ഇവിടെ നിന്നും തീർച്ചയായിട്ടും നമ്മൾ ആപ്ലിക്കേഷൻ ലെവലിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, റീസെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ കണക്ട് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഇതെല്ലാം പ്രതീക്ഷിക്കണം. കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഫാക്ച്വൽ കാര്യങ്ങൾ, അത്തരത്തിലുള്ള നമ്പേഴ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരുപാട് ഈ ഒരു വിഭാഗത്തിലില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളിത് വ്യക്തമായിട്ട് മനസ്സിലാക്കി പഠിച്ചാൽ ഈസി ആയിട്ട് അപ്രോച്ച് ചെയ്യാൻ സാധിക്കുന്ന ഒരു റീജിയനാണ്. ഇനി തേർഡ് പോയിന്റ് എന്ന് പറയുന്നത്, ഇഫ് പോസിബിൾ പ്രാക്ടീസ് MCQs. അതായത് ഈ ടോപ്പിക്കുകളുമായി ബന്ധപ്പെട്ട ക്വാളിറ്റി MCQs നിങ്ങൾക്ക് അവൈലബിൾ ആവുകയാണെങ്കിൽ അതിനുവേണ്ടി ഒരു നിശ്ചിത സമയം മാറ്റിവെക്കുക. എനിവേ നമ്മൾ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഈ ടോപ്പിക്കുകളുമായി ബന്ധപ്പെട്ട ചില പ്രാക്ടീസ് സെറ്റുകൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ കൂടുതൽ സെറ്റുകൾ നമ്മളവിടെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ആൻഡ് ഓൾവേസ് ട്രൈ ടു സ്റ്റേ കാം, കൺസിസ്റ്റൻറ്റ് ആൻഡ് ട്രസ്റ്റ് യുവർ പ്രിപ്പറേഷൻ. ഈ ഒരു ഘട്ടത്തിൽ ഒരിക്കലും നിങ്ങളുടെ ഒരു പ്രിപ്പറേഷനെ ഡൗട്ട് ചെയ്യാനായിട്ട് പാടില്ല.
വളരെ കംഫർട്ടബിളായി ഇരുന്നുകൊണ്ട് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ ഏറ്റവും പ്രൊഡക്റ്റീവായിട്ട് എങ്ങനെ ഉപയോഗിക്കാം എന്നത് മനസ്സിലാക്കി അത്തരത്തിൽ വിനിയോഗിക്കുക. സോ അങ്ങനെ ഈ മുന്നോട്ടുള്ള ചുരുക്കം ദിവസങ്ങൾ പ്രിപ്പറേഷൻ ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുക. ലൈക്ക് ഐ സെഡ്, ചെക്ക് ആ ടെലിഗ്രാം ചാനൽ ഫോർ ടോപ്പിക് ലിസ്റ്റ് ആൻഡ് പ്രാക്ടീസ് സെറ്റ്സ്. അതായത് ഈ ഓരോ വിഭാഗങ്ങളിൽ നിന്നും നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ടോപ്പിക്കുകളുടെ ഒരു ലിസ്റ്റ് PDF രൂപത്തിൽ തന്നെ നമ്മൾ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അവിടെ ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ മെയിൻസ് പരീക്ഷയാണ്. നമ്മൾക്ക് ഒരുപാട് ടോപ്പിക്കുകളൊന്നും സ്കിപ്പ് ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. ആ ഫോക്കസ് ഏരിയാസ് അല്ലെങ്കിൽ ആ റീജിയൻസ് പിക്ക് ചെയ്ത് അത്തരത്തിൽ ടോപ്പിക്കുകൾ ലിസ്റ്റ് ചെയ്താണ് നമ്മൾ ആ ഒരു PDF പ്രൊവൈഡ് ചെയ്യുന്നത്. ഓരോ വിഭാഗത്തിലും സാധ്യമാകുന്ന രീതിയിൽ ആ ടോപ്പിക്കുകൾ നിങ്ങൾ പിക്ക് ചെയ്ത് സമയം അലോക്കേറ്റ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. സോ പ്ലീസ് മേക്ക് ഷുവർ ടു ജോയിൻ us ഓൺ ടെലിഗ്രാം. PSC പാഠശാല ടെലിഗ്രാം ചാനൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ ടെലിഗ്രാം ആപ്ലിക്കേഷനിൽ PSC പാഠശാല എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു പബ്ലിക് ചാനൽ ലഭ്യമാകും. അതിൽ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യുക. സോ ഈ ഒരു വീഡിയോയിലുടനീളം നമ്മൾ സൂചിപ്പിച്ചൊരു കാര്യമാണ്, അതായത് നമ്മൾ ഇതൊരു മെയിൻസ് പരീക്ഷയാണ് എന്നൊരു കാര്യം മനസ്സിലാക്കി സ്റ്റിൽ അവിടെ ഈ സിലബസിൽ ഓരോ വിഭാഗത്തിൻ്റെയും ഓരോ സബ്ജക്റ്റിലെയും ആ ഒരു ക്രക്സ് എന്താണെന്ന് മനസ്സിലാക്കി അത്തരത്തിൽ ടോപ്പിക്കുകളെ ടാർഗറ്റ് ചെയ്ത് ഈ അവസാന ദിവസങ്ങളിൽ പഠിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ റിവൈസ് ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുക. കാരണം ഈ ഒരു ഘട്ടത്തിൽ ഒരു അൺഓർഗനൈസ്ഡ് ആയിട്ടൊരു ഫീലിംഗ് നിങ്ങൾക്ക് വരാം. അതായത് എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട് എങ്കിലും ആ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചോ എന്നത് ഒരു സംശയമായിട്ട് വരാം. അതൊന്ന് ഉറപ്പ് വരുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ളൊരു പ്രിപ്പറേഷൻ പ്ലാൻ നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, ഈ ഒരു എക്സാമിനേഷൻ്റെ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട് ഈ ഒരു ഫൈനൽ ഡേയ്സിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യേണ്ട എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് എങ്കിൽ please let me know in the comment section. നമ്മളത് ചെയ്യുന്നതായിരിക്കും. And if you're first time here, then make sure to subscribe. So thank you so much guys for watching this particular video and I hope to see you in the next one.